for the warm welcome that you have extended to me. എനിക്ക് തന്ന ഊഷ്മളമായ സ്വാഗതത്തിനായിട്ട് ഞാൻ നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. I rejoice in the Lord that God has given me this opportunity to come here and worship the Lord with all of you. ഇങ്ങനെ ഇവിടെയുള്ള ദൈവമക്കളുമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം തന്നതോർത്ത് ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. It was my long desire to come here on Sunday and worship the Lord with God's children here. അനേക നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ഇവിടെ ഉള്ള ദൈവമക്കളുമായിട്ട് ചേർന്ന് ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കണം എന്നുള്ളതുണ്ടായിരുന്നത്. I think the first time I came here was for the inauguration of this beautiful hall. ഈ ഹാളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരുവാനായിട്ട് സാധിച്ചത്. Then I could attend some functions which were held in this hall. ഇവിടെ നടന്ന ചില കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുവാനുള്ള അതിനുശേഷം സാധിച്ചു. One or two funerals that were held here. ഒന്നോ രണ്ടോ ശവസംസ്കാര ശുശ്രൂഷകളും ഇവിടെ നടന്നതിനോടനുബന്ധിച്ച് പങ്കെടുക്കുവാനായിട്ട് ഇടയായി. It's the first time I could be with all of you on a Sunday. എന്നാൽ ആദ്യമായിട്ടാണ് ഞായറാഴ്ച ദിവസം ഈ നിലയിൽ നിങ്ങളൊപ്പം ആയിരിക്കുവാനായിട്ട് കഴിയുന്നത്. Before I mention about one of my important missions today, I want to recollect some of my memories with some dear ones here. ഇന്നത്തെ ശുശ്രൂഷയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ തനിക്ക് വേണ്ടപ്പെട്ട ചിലരുമായിട്ടുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I remember when I was a school student, Yohanan Abraham Achayan attended our Sunday worship and he preached from the word of God. Still, I remember his standing in our midst and giving the word of God. It happened in our very house. സഹോദരൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ട്, യോഹന്നാൻ അപ്പച്ചൻ ഞായറാഴ്ച വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന സഹോദരന്റെ ഭവനത്തിൽ വെച്ചാണ് അത് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് വചനം ശുശ്രൂഷിക്കുന്നത് ഓർമ്മയുണ്ട്. As a young man, he married from our assembly. യുവാവായിരുന്ന സമയത്ത് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് സഹോദരന്റെ സഭയിൽ നിന്നാണ്. And in addition to that, there are many other family connections we have with our dear uncle. പ്രിയപ്പച്ചനുമായിട്ട് മറ്റു പല കുടുംബ ബന്ധങ്ങളും ഞങ്ങൾക്ക് ഉണ്ട്. I praise God that I got a chance to be with him on a Sunday like this. ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു ഞായറാഴ്ച ദിവസം ഈ നിലയിൽ ഇവിടെ ആയിരിക്കുവാൻ കഴിഞ്ഞത്. I have a colleague here in this midst and that is Binu, who is also working in the office where I am attached to these days. സഹോദരൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന കൂട്ടാളിയായിട്ടുള്ള ഒരു സഹോദരൻ ഈ അസംബ്ലിയിലുണ്ട്. നമ്മുടെ ബിനു ജേക്കബ് സഹോദരനാണ്. After my retirement from college, I started helping a ministry organization and its office is at Manandala and we together worked there for the last 15 years. തന്റെ ഔദ്യോഗിക ജീവിതത്തോടനുബന്ധിച്ച് കോളേജ് റോഡുള്ള ജോലി അവിടുന്ന് അവസാനിച്ചതിന് ശേഷം ഒരു മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനും മണ്ണന്തലയുള്ള ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. James Varghese was with us as a small boy when we were together in the assembly at the first assembly in Trivandrum, കുന്നുകുഴി അസംബ്ലി. ജെയിംസ് ഞങ്ങളുമായിട്ട് യുവാവായിരുന്ന സമയത്ത് തന്നെ ചെറുതായപ്പോൾ തന്നെ കുന്നുകുഴി അസംബ്ലിയോടനുബന്ധിച്ച് അവർ ഒരുമിച്ച് കൂടി വന്നിരുന്നു. And recently we are together in a committee in connection with the visit of Ravi Zacharias in the month of August. ഈ ദിവസങ്ങളിൽ സഹോദരനുമായിട്ട് ചേർന്ന ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാനും അതിന് നേതൃത്വം വഹിക്കുവാനായിട്ട് ഇടയായി നമ്മുടെ രവി സക്രിയ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ഓഗസ്റ്റിൽ ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് വരുന്നതോടനുബന്ധിച്ചാണ്. Brother Saji, Brother Spurgeon and some others are also involved in the preparation for the meetings of Ravi Zachariah. ആ മിനിസ്ട്രിയോടനുബന്ധിച്ച് നമ്മുടെ സഭയിലെ സഹോദരന്മാരായിട്ടുള്ള സജി മാത്യുകാരൻ പിന്നെ സ്പർജനങ്ങൾ ഇങ്ങനെയുള്ളവർ എല്ലാവരും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. And I came here because of that particular meeting and the preparations behind it.
അതിന്റെ ഒരുക്കങ്ങളോടനുബന്ധിച്ചാണ് ഈ നിലയിൽ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആയിരിക്കുവാനുമായിട്ട് കഴിയുന്നത്. We have decided to visit some of the assemblies in the city and tell about the program. ഈ സിറ്റിയിലുള്ള ചില സഭകളുമായിട്ട് ചേർന്ന് ഈ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ നിലയിലായിരിക്കുന്നത്. So that is the mission for which I primarily came here, even though worshipping the Lord with all of you was something of a long cherished desire in my heart. ഇന്ന് ഇവിടെയുള്ള ദൈവമക്കളുമായിട്ട് കർത്താവിനെ ആരാധിക്കുകയും എന്നാൽ പ്രാരംഭമായ ഉദ്ദേശം എന്നുള്ളത് ഈ ഒരു കാര്യം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണം എന്നുള്ളതാണ്. Since very prominent members in the committee are here, they will tell you about it more in the future. ചില പ്രമുഖരായ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർ ഈ സഭയിലുള്ളവർ തന്നെ ആയതുകൊണ്ട് ഇവിടെ അവർ അതിനെക്കുറിച്ച് പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. And my coming is just a formality because Brother James asked me if I could come and tell about it. That will be something good. അതൊരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിൽ ഈ സഭയിൽ വന്നും ഈ ഒരു കാര്യം പറയണം എന്ന് ജെയിംസ് അങ്കിൾ പറയുകയുണ്ടായി. The program will be on 25th August and it will be held in the auditorium in Karyavattam International Stadium auditorium. It will be held there. 25-ാം തീയതി ഓഗസ്റ്റിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ ഫംഗ്ഷൻ നടക്കുന്നത്. It will be in the evening and the program will be in English. അത് വൈകുന്നേരം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ മാധ്യമമായിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. As an assembly, we should all pray for it and also participate in the program. And if possible, many of you could join the committees which are working for the final preparation of the program. സഭയെന്നുള്ള നിലയിൽ ഈ ഒരു മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആ മീറ്റിംഗുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനും നിങ്ങളോട് പറയുകയാണ്. At the outset, I want to tell you that I am not a preacher, but I have been a teacher for a long time. പ്രാരംഭമായിട്ട് ഞാൻ പറയട്ടെ, ഞാനൊരു പ്രാസംഗികനല്ല, പക്ഷെ ഞാനൊരു അധ്യാപകനായിരുന്നു കുറെ നാളുകളായിട്ട്. I started my career in Mar Ivanius College, from where I went to different other places and came back to Trivandrum in the year 2004. എന്റെ ഔദ്യോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ മാർവാനിസ് കോളേജിലാണ് ആരംഭിക്കുകയും മറ്റ് പല സ്ഥലങ്ങളിലും ആയിരിക്കുകയും പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു. In 1968, when I first came to Trivandrum, there was only one assembly in the city, and that was Kunnuvuli Assembly. 1968 തിരുവനന്തപുരത്തേക്ക് സോഹൻ കടന്നു വരുമ്പോൾ ഒരു സഭ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കുന്നുകുഴി അസംബ്ലി ആയിരുന്നു. Perhaps Aramada Assembly was there, whether Uncle Y. Ezekiel was there. ആറാമട അസംബ്ലി അവിടെ ഉണ്ടായിരുന്നിരിക്കുന്നു. എസെക്കിയേൽ സാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. Then after that, there is a proliferation of assemblies in the city, and now there are many assemblies in the city. അതിനുശേഷം അനേക സഭകൾ ഈ തിരുവനന്തപുരത്തിന്റെ പ്രദേശത്ത് ഉളവാകുവാനിടയായി. When I came back from my sojourn, I decided to be part of Mannandala Assembly because I stay very close to the assembly. തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് മടങ്ങി വന്നപ്പോൾ താൻ മണ്ണന്തലയോട് സഭയോടനുബന്ധിച്ച് അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് അവരോടൊപ്പം ആയിരിക്കുന്നു. I covet your prayers also for the work I do and also my responsibilities in connection with Lord's work in the assembly and outside the assembly. ദൈവത്തിന്റെ വേലയോടനുബന്ധിച്ച് താൻ ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും അപേക്ഷിക്കുന്നു. This morning I would like to share a special thought from the book of Ephesians, Epistle to the Ephesians, written by Apostle Paul. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു കാര്യം ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. The topic is our walk as we see in Ephesians. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെയുള്ള നമ്മുടെ നടപ്പ് എന്നതാണ് ഇന്നത്തെ വിഷയം. Our life is compared to a pilgrimage. നമ്മുടെ ജീവിതത്തെ ഒരു തീർത്ഥാടനമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. And if it is a pilgrimage, we have to do a lot of walking. നാം ഒരു തീർത്ഥാടനം ചെയ്യുമ്പോൾ അനേക യാത്രകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. From our cradle to the grave, we have to walk a lot. നാം ജനിച്ചതു മുതൽ നമ്മുടെ മരണ ശവക്കുഴി വരെയും നാം അനേക യാത്രകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. So we can say walk is synonymous with our life.
അങ്ങനെയാണെങ്കിൽ നടത്തം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത യാത്രയുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണ്. When we examine the word of God, the entire Bible, New Testament, Old Testament and New Testament, walk is mentioned many times, many times. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഈ നടത്തത്തെക്കുറിച്ച് അനേക പ്രാവശ്യങ്ങളുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. One very classic example of walk that is mentioned in the Old Testament is that of Enoch, who walked with the Lord. ആ നടത്തത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം എന്നുള്ളത് പഴയ നിയമ പുസ്തകത്തിലെ ഹാനോക്കിന്റെ നടത്തത്തെക്കുറിച്ചാണ്. And one of the last epistles also mention about walk, even, and we are asked to walk as Jesus walked. അത് മാത്രമല്ല, അവസാനത്തെ ലേഖനത്തിലോട്ട് വരുമ്പോഴും നടത്തത്തെക്കുറിച്ചും യേശുക്രിസ്തു നടന്നതുപോലെ നടക്കണം എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. In between there are many mentionings about walk in the Bible. അതിന് മധ്യ തന്നെ പല പ്രാവശ്യങ്ങളിൽ പല ഭാഗത്തും ഈ നടത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. When we walk, we have to make steps. നാം നടക്കുകയാണെങ്കിൽ നാം ഓരോ അടിയും വയ്ക്കേണ്ടതായിട്ടുണ്ട്. If we make a circle around the globe, we have to make a first step. നാം ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭൂഗോളം ചുറ്റുകയാണെങ്കിൽ നാം ആദ്യ ചുവട് വയ്ക്കേണ്ടത് ആവശ്യമാണ്. One step at a time. ഒരു പ്രാവശ്യം ഒരു ചുവട്. And the nature of our walk, our journey, depends upon the kind of walk that we do. നാം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ നടത്തത്തിന്റെ രീതിയും. In life we have to take many steps. നമ്മുടെ ജീവിതത്തിൽ നാം അനേക പടികൾ ചുവടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. Small steps and long steps. വലിയ ചുവടുകളും ചെറിയ ചുവടുകളും. Very familiar steps and very strange steps. നമുക്ക് പരിചിതമായ ചില ചുവടുകളും നമുക്ക് സുപരിചിതമല്ലാത്ത ചുവടുകളും എടുക്കേണ്ടതായിട്ട് വരും. All those refer to the acts that we do and the different responsibilities we are involved in. അതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ മനോഭാവവും നമ്മുടെ ഉത്തരവാദിത്വത്തിനും അനുസരിച്ചായിരിക്കും. In short, every person born in this world has to do his assigned walk and he has to complete it when the Lord calls him back to heaven. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ദൈവം തനിക്ക് കൊടുത്ത ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ആ നടത്തം നടക്കേണ്ടതായിട്ടുണ്ട്, തന്നെ ഈ ലോകത്തിൽ നിന്ന് വിളിക്കുന്നത് വരെ. First, let us see about our walk in our old times. പഴയ കാലത്തിലുള്ള നമ്മുടെ നടത്തത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. Ephesians chapter 2 verses 1 and 2. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. Once we walked according to the course of this world. നാം ഒരിക്കൽ ലോകത്തിന് അനുസരിച്ച് നടന്നവരായിരുന്നു. That was the walk of our old days. നമ്മുടെ പഴയകാല പ്രവർത്തനം ആ രീതിയിലായിരുന്നു. Before we came to the Lord. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് മുൻപ്. First verse tells that we were dead in our sins and in trespasses. ആ ആദ്യത്തെ വാക്യത്തിൽ നാം കാണുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. Verse 5 also reiterates that we were dead in our trespasses. 5-ാം വാക്യത്തിൽ നാം കാണുന്നു അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ. In other words, we were under the influence of Satan. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നാം സാത്താന് കീഴിലുള്ളവരായിരുന്നു എന്നാണ്. We were all equivalent to those people who were living according to the norms of the world. They were controlled by Satan. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് സാത്താൻ അനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു നാം ഓരോരുത്തരും. Many people assume that they have no sin in their life. ചിലർ ഇങ്ങനെ വിചാരിക്കാറുണ്ട് തന്റെ ജീവിതത്തിൽ പാപം ഇല്ല എന്ന്. If I have no sin, I have no problem. എന്റെ ജീവിതത്തിൽ പാപമില്ലെങ്കിൽ എനിക്ക് പ്രശ്നം കുഴപ്പങ്ങളൊന്നുമില്ല. I may have
born in a Christian family. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലായിരിക്കാം ജനിച്ചത്. I go to church every Sunday. ഞാൻ എല്ലാ ഞായറാഴ്ചയും അസംബ്ലിയിൽ പോകുന്നുണ്ട്. I don't commit any sins. I don't commit any murder. I don't steal. ഞാൻ കളവ് ചെയ്യുന്നില്ല, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പാപങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. Then what is the problem? I have no sin, so I am a good man. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം? എനിക്ക് പാപമില്ല, ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതിയല്ലോ. So we can differentiate between a person who says that I commit sins and another group of people who say that they don't commit any sins in their life. ഇവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കാണാം. ഒരു കൂട്ടർ നാം പാപം ചെയ്തു എന്ന് സമ്മതിക്കുന്നവരും, മറ്റൊരു കൂട്ടർ ഞങ്ങൾ പാപം ചെയ്തില്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ പാപം ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരെ. It is easy for a person who says sin, who says he commits sin to come to the Lord. ഒരു വ്യക്തി താൻ പാപം ചെയ്തു എന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, but it is more difficult for a worldly man to come to the Lord. എന്നാൽ ഈ ലോകപ്രകാരമുള്ള മനുഷ്യന് ഈ ദൈവസന്നിധിയിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. Worldliness is more offensive to the Lord. ലൗകികനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ലൗകികത്വം എന്ന് പറയുന്നത് ദൈവത്തിനെതിരാണ്. Once we lived in our sins in worldliness, നാം ആ ലൗകികത്വം എന്നുള്ള പാപത്തിൽ ജീവിക്കുമ്പോൾ we were children of darkness. നാം അന്ധകാരത്തിന്റെ മക്കളാകുന്നു. We were children of disobedience. നാം അനുസരണക്കേടിന്റെ മക്കളാകുന്നു. And the wrath of God. ദൈവത്തിന്റെ കോപത്തിന് അർഹരായവരാകുന്നു. We wasted our time in futility of our mind. നമ്മുടെ ആ മനസ്സിന്റെ നശ്വരതയിലേക്ക് നാം പോയിരിക്കുന്നു. We were thinking about material things only. നാം ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു. Our only desire, our only ambition was to accumulate things in the world. ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാകുന്നു നമ്മുടെ ചിന്തകൾ. Things like wood, grass and straw which will be burned in the fire. ഈ പുല്ലും വൈക്കോലും മുതലായ വസ്തുക്കൾ പോലെയുള്ളത് ചിന്തിച്ച് അല്ലെങ്കിൽ തീയിൽ ബന്ധുപോകുന്നതുമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം നേടാൻ ശ്രമിക്കുന്നു. That is the attitude of a worldly man. അതാണ് ലോകപ്രകാരമുള്ള ഒരു മനുഷ്യന്റെ മനോഭാവം. He thinks only about the world and the possessions which are attached to it. ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരും അതുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. We lived in our sins, but God in His grace and love lifted us out of the miry clay. നാം പാപത്തിൽ ജീവിക്കുകയും എന്നാൽ ദൈവത്തിന്റെ കൃപ മുഖാന്തരം ആ കുഴിയിൽ നിന്ന് നമ്മെ ചേറ്റിൽ നിന്ന് ഉയർത്തിയെടുക്കുകയും ചെയ്തു. He lifted our feet and put our feet on a rock, the rock of ages, that is Jesus Christ. നമ്മെ അവൻ ആ ചേറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. Our desire, our prayer should not to go back to our old ways. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും പഴയകാല ജീവിത ശരീരവുമായിട്ട് ചേർന്ന് പോകാൻ പാടില്ല എന്നുള്ളതാണ്. What is God's plan about our life? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? Let us read chapter 2 verse 10. എഫെസ്യ ലേഖനം തന്നെ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. Chapter 2 verse 10. 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. The way was prepared quite beforehand. നമ്മെ അവൻ സൽപ്രവൃത്തിക്കായിട്ട് കൈപ്പണിയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. But it is fully open. The way is open for us. നമുക്ക് വേണ്ടി ആ വഴി തുറന്നിരിക്കുകയാണ്. And it is revealed to us through the work, the sacrifice of our Lord on the cross of Calvary. ക്രിസ്തുയേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തി മുഖാന്തരം അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. And we are expected to keep to that path. നാം ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. And when we walk trusting the Lord, when we walk along the new way, He will take care of us. നാം ആ വഴിയിലൂടെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ കരുതും. He will keep us from any alarm or any molestation. അവൻ നമ്മെ പലവിധമായ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ആ അപായത്തിൽ നിന്നും നമ്മെ അവൻ രക്ഷിക്കും. After becoming a child of God, even when there is a going astray in our life, if we keep little away from the way of the Lord, there is a loving and caring Lord who is ready to accept us. നാം ആ പാതയിൽ നിന്ന് മാറിപ്പോവാനുള്ള സാഹചര്യം ഉണ്ടായി മാറിപ്പോകുമ്പോഴും ദൈവം നമ്മെ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന കരുണയുള്ള ഒരു ദൈവമാണ്. Our Lord is the good shepherd who has gone looking for the lost one living
the other 91 behind in the wilderness. നമ്മുടെ ദൈവം നല്ലിടയനാണ്, നഷ്ടപ്പെട്ടു പോയ ആടിനു വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. We had a walk in the old times, and by God's grace we have a new path to follow now. നമുക്ക് പഴയ ഒരു പാതയുണ്ടായിരുന്നു ക്രിസ്തുവിനെ കൂടാതെ ഉള്ളത്. എന്നാൽ ക്രിസ്തുവിന്റെ കൃപയാൽ നാം ഒരു പുതിയ പാതയിലേക്ക് വന്നിരിക്കുന്നു. In chapter 4 and verse 1, we are exhorted to walk according to we are asked to walk worthy of the calling that was made. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്തൃസേവ നിമിത്തം ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. To have a walk worthy of the calling with which you were called. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. Sometimes very simple words assume very profound meanings. ചില സമയങ്ങളിൽ വളരെ ലളിതമായ വാക്കുകൾ വളരെ വലിയ അർത്ഥങ്ങൾ കൽപ്പിക്കുന്നവയാണ്. The word call is a very simple word, but it assumes very deep meaning. അവിടെ വിളി എന്നുള്ള വാക്ക് വളരെ ലളിതമായ വാക്കാണ്, എന്നാൽ അഗാധമായ അർത്ഥം ഉളവാക്കുന്ന വാക്കാണ്. I take the example of a mother's call to a baby, to the child. ഒരു കുഞ്ഞിനെ ഒരു അമ്മ വിളിക്കുന്നതിനെ ഞാൻ അതിനോട് താരതമ്യപ്പെടുത്തുന്നു. Mother's call to the baby, it is a deep call, it has great meaning. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ വിളിക്കുമ്പോൾ അതിന് അർത്ഥവ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് അറിയാം. In the same manner, the shepherd's call to the sheep. അതേ രീതിയിൽ തന്നെയാണ് ആട്ടിടയൻ അല്ലെങ്കിൽ ആ ആടിനെ മേയ്ക്കുന്ന ആൾ ആടിനെ വിളിക്കുന്നത്. The sheep will listen to the call of the shepherd, and they will open their ears to hear what the shepherd would say to them. ആ ആടുകൾ തന്റെ ഇടയന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ശ്രദ്ധിച്ച് അതിനെ അനുസരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. If a strange man calls the sheep will not listen. ഒരു അപരിചിതൻ ആ ഒരു ആട്ടിൻകൂട്ടത്തെ വിളിക്കുകയാണെങ്കിൽ ആ ആട്ടിൻകൂട്ടം അത് ശ്രദ്ധിക്കുകയില്ല. Only the sheep's shepherd and the familiar voice, when he calls, the sheep will listen and obey the shepherd. ആ ആടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആട്ടിടയൻ മാത്രം വിളിക്കുമ്പോഴാണ് അവർ അതനുസരിച്ച് പ്രതികരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. In the same manner, there is a call from God the creator to the creation. അതേ രീതിയിലുള്ള ഒരു വിളിയാണ് സൃഷ്ടാവായ ദൈവം സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ വിളിക്കുന്നത്. God, after creating Adam and Eve and leaving them in the Garden of Eden, ദൈവം ആദാമിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് അവിടെ ആക്കിയതിനു ശേഷം, when God knew that they have gone astray from his direction, അവരെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നടക്കണമെന്നുള്ളതുകൊണ്ട് he came down and he called Adam and Eve. അവരെ ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോ ആ സമയത്ത് ദൈവം അവരെ ആദാമിനെയും ഹവ്വയെയും വിളിക്കുന്നുണ്ട്. They were very happy about God's presence in the Garden of Eden at previous occasions. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അതിനു മുമ്പ് വരെയും അവർ വളരെ സന്തോഷവരായിരുന്നു. But this time they were afraid and they wanted to keep away from the call of God. എന്നാൽ ഈ സമയത്ത് അവർ ഭയപ്പെട്ട് ദൈവത്തിന്റെ വിളിയിൽ നിന്ന് മാറി ഓടി ഒളിക്കുന്നവരായിട്ടാണ് കാണുന്നത്. Still we see that God is a loving God and he didn't want to leave them like that, and he wanted to give a new meaning in their life. എന്നാൽ സ്നേഹവാനായ ദൈവം അവരെ കൈവിടുന്നതിന് പകരം അവർക്കൊരു പുതിയ ജീവിതം അവിടെ കൊടുക്കുന്നത് കാണുവാൻ കഴിയും. Forgiving their disobedience and still considering them as his own children. അവരുടെ അനുസരണക്കേടെന്ന പാപം ക്ഷമിക്കുകയും ദൈവത്തിന്റെ മക്കൾ എന്നുള്ള രീതിയിൽ അവരെ പരിഗണിക്കുകയും ചെയ്യുന്നു. In the same manner, we hear the call of God at different times in our life. ഇതേ രീതിയിൽ തന്നെ ദൈവത്തിന്റെ വിളി അനേക പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. God sits on his throne in heaven and he speaks to us. ദൈവം തന്റെ സ്വർഗ്ഗത്തിലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം നമ്മെ വിളിക്കുകയാണ്. He speaks to us, to our heart, not one time but many times. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അവൻ സംസാരിക്കുന്നു. If we do not respond when he calls first time, he will call again. ആദ്യത്തെ പ്രാവശ്യം അവൻ സംസാരിക്കുമ്പോൾ നാം പ്രതികരിക്കുന്നില്ലെങ്കിൽ അവൻ പിന്നെയും വിളിക്കും. We have the example of Samuel, who was called by God. When God called Samuel, Samuel did not understand anything. സാമുവൽ അല്ലെങ്കിൽ ശമൂവേലിന്റെ ഉദാഹരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പല പ്രാവശ്യം ദൈവം അവനെ വിളിക്കുന്നുണ്ട്. First time, second time, only at the third time he had to clear about the voice from Eli and
confirm that it was someone else who was calling and it was God himself who was calling. ഒന്നാമത്തെ പ്രാവശ്യം അവനെ വിളിക്കുന്നു, രണ്ടാമത്തെ പ്രാവശ്യം അവനെ വിളിക്കുന്നു, മൂന്നാമത്തെ പ്രാവശ്യമാണ് അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ അതിന് വിധേയനാകുന്നത്. God called Saul of Tarsus and God separated him. Jesus separated him for a great ministry. Saul of Tarsus. ശൗലിനെ വിളിച്ച് ദൈവസന്നിധിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. In the same manner, God calls everybody. ഇതേ രീതിയിൽ ദൈവം പല ആൾക്കാരെയും വിളിക്കാറുണ്ട്. We will hear the call of God from the word of God. ദൈവത്തിന്റെ വിളി നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Sometimes it may be through the preaching of a person. ഒരു വ്യക്തി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ആ രീതിയിൽ വിളി ഉണ്ടാകുന്നത്. Sometimes it may be through an incident or an accident. ചില സമയങ്ങളിൽ ചില സംഭവങ്ങളുടെ അപകടങ്ങളിലൂടെ ആയിരിക്കും നാം ആ വിളി കേൾക്കുന്നത്. Or something that happens in our life, we will hear the specific call of God. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ആ പ്രത്യേക വിളി നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. Have you heard God calling you sometime in your life? ദൈവം നമ്മെ വിളിക്കുന്നത് നാം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? He will speak to us when we listen to him, and if we are willing to respond to his call, he will be willing to speak to us. അവൻ നമ്മെ വിളിക്കുമ്പോൾ നാം കേൾക്കാൻ സന്നദ്ധത കാണിച്ചാൽ അവൻ നമ്മോട് സംസാരിക്കും തീർച്ചയായിട്ടും. He calls every person to himself and he wants us to lead a heavenly life. ദൈവം നാം എല്ലാവരെയും താൻ വിളിക്കുന്നുണ്ട്. ദൈവം വിളിച്ച് സ്വർഗീയ പാതയിലൂടെ നടത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. He wants us to lead a holy and saintly life. That is God's desire about us. ഒരു വിശുദ്ധ ജീവിതം നയിച്ച് അവനുവേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Brother, sister, God called you at some time in your life, and that is why you are a child of God. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ ഒരു ഇഷ്ടത്തോട് ചേർന്നാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. And it is with the specific intention that he called you so that you will live according to the call with which you were called. ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മെ ദൈവം വിളിച്ചാക്കിയിരിക്കുകയാണ്. So Apostle Paul very clearly tells us that we are expected to walk worthy of the call with which God called every one of us. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നാം നടക്കേണ്ടതാണ് എന്ന്. We come to the third point. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. Chapter 4 and verse 17. നാലാം അധ്യായം തന്നെ 17-ാം വാക്യം. Chapter 4 verse 17. 17-ാം വാക്യം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. We are not expected to walk according to the futility of mind that is followed by the rest of the world. ഈ ലോകത്തിലുള്ള ബാക്കിയുള്ള ജനങ്ങൾ നടക്കുന്നത് പോലെ ആ വ്യർത്ഥമായ നടപ്പിൽ നാം നടക്കരുത് എന്ന് പറയുകയാണ്. Their understanding is darkened. അവരുടെ മനസാക്ഷി അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് അന്ധകാര നിമിത്തമാണ്. They are alienated from God. അവർ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ മാറി നിൽക്കുന്നവരാണ്. They follow the futility of their mind. അവർ അവരുടെ വ്യർത്ഥമായ മാനസിക രീതിയിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Yes, our mind was darkened and our mind was just like the mind of the rest of the world. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അന്ധകാര നിമിത്തവും ബാക്കിയുള്ള ലോകത്തിലെ ജനങ്ങൾ പോലെ ആയിരുന്നു. Truth of God was away from us and we lived just like the rest of the people. ദൈവത്തിന്റെ സത്യം നമ്മിൽ നിന്ന് അകലെയായിരുന്നു. നാം ബാക്കിയുള്ള ജനങ്ങളെ പോലെ നാം ജീവിച്ചു വന്നവരായിരുന്നു. But when we walk with God, എന്നാൽ ക്രിസ്തുവിനോട് ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ, when our companionship is with God, നമ്മുടെ കൂട്ടാളിത്വം ദൈവത്തോട് ചേർന്ന് ആയപ്പോൾ, just like Enoch walked with God, ഹാനോക്ക് നടന്നതുപോലെ നാം നടക്കുമ്പോൾ, we can experience the secrets in the mind of God. ദൈവത്തിന്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് കഴിയും. We can listen to what God has to tell us every time. ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. When we have problems in our life, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, when uncertainties come before us,
നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന സമയങ്ങൾ വരുമ്പോൾ the Holy Spirit will murmur to our ears. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ ചെവികളിലേക്ക് പറഞ്ഞു തരും, This is the way you have to follow. ഇതാണ് വഴി, ഇതുവഴി നടന്നു പോയിക്കൊള്ളുക. This is the work that you have to do. ഇതാണ് നീ ചെയ്യേണ്ട വേല എന്ന് പറഞ്ഞു തരും. God's influence will be experienced in our life. ദൈവത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയണം. When we are filled with the glory of God in our heart, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ, when God's purposes are in our heart, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ we will be filled with them and that will start overflowing. നാം അതിൽ നിറയുകയും അതിൽ നമ്മൾ കവിയുന്നവരായിട്ട് തീരുകയും ചെയ്യും. My cup runneth over. That is what the psalmist said. ആ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, സങ്കീർത്തനഗാനം പറയുന്നത് പോലെ. Our joy will see no boundaries. നമ്മുടെ സന്തോഷത്തിന് അതിരുകളില്ലാതെയാവും. It will pass beyond the boundaries. It will break the gates and go to our neighborhood. അത് ആ സ്നേഹം അല്ലെങ്കിൽ ആ സന്തോഷം അതിരു കടന്ന് നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് ഒഴുകുവാനായിട്ട് തുടങ്ങും. That is why sometimes even if a child of God is not a great preacher, his very life will be a witness, a testimony for our friends and our neighbors. അതുകൊണ്ടാണ് വിശ്വാസികളായവർ ചിലർ അവർ പ്രാസംഗികരല്ലെങ്കിലും അവരുടെ ജീവിതം തന്നെ അവിശ്വാസികളായിട്ടുള്ള അയൽപക്കക്കാർക്ക് വലിയൊരു സാക്ഷ്യമായിട്ട് തീരുന്നത്. Somebody has said like this, influence is the effluence of the affluence. ചിലരിങ്ങനെ പറയാറുണ്ട്, സ്വാധീനം എന്ന് പറയുന്നത് അത് സുഗന്ധം വമിപ്പിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുക്കുന്ന രീതിയിലുള്ള ഒന്നാണെന്ന്. If I explain it in more simple words, അത് ലളിതമായിട്ട് പറഞ്ഞാൽ, influence is the overflowing of our filling to the other boundaries. നമ്മുടെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിലേക്ക് നിറഞ്ഞ് അത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് ഒഴുകുന്നതിനെ കുറിച്ചാണ്. We cannot contain the joy that we have in our hearts. നമ്മുടെ ഹൃദയത്തിലുള്ള സന്തോഷം നാം അടക്കി വെക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. When we experience something very beautiful, നാം എന്തെങ്കിലും മനോഹരമായ കാര്യം നാം കാണുമ്പോൾ we will share it with our friends and our neighbors. നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ അയൽപക്കക്കാരോട് നാം അത് പങ്കുവെക്കും. That is the same thing about Christian experience. When we have this beautiful experience in our life, we want to share it with other people. അത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്. ആ രീതിയിലാകുമ്പോൾ നാം മറ്റുള്ളവരുമായിട്ട് അത് പങ്കുവെക്കുവാനായിട്ട് തുടങ്ങും. We are asked to walk with joy in our life. നാം ആ നടത്തം നടക്കുമ്പോൾ സന്തോഷത്തോടെ, ക്രിസ്തുവിലുള്ള സന്തോഷത്തോടെ നടക്കണം. Now we come to the fourth point as we see in chapter 5 and verse 3. നാലാമത്തെ കാര്യം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. Please read verse 2 also. 2-ാം വാക്യം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. We are asked to walk in love. നമ്മൾ സ്നേഹത്തിൽ നടക്കണം. As Christ also has loved us. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ and given himself for us as an offering and a sacrifice to God for a sweet smelling aroma. ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. In our walk we are exhorted to imitate God's love. നാം ആ നടക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ സ്നേഹം ഉളവാക്കുന്ന രീതിയിൽ നടക്കേണ്ടതാണ്. What is the extent of God's love? എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം? He gave us his very son. അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. What is the extent of Christ's love? എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം? He has given himself for us as an offering and a sacrifice to God for a sweet smelling aroma. അവൻ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി സൗരഭ്യ യാഗമായിട്ട് അവൻ തീരുകയാണ്. He was ready to sacrifice his very life. That he cannot do anything more than that. അവൻ തന്റെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായിട്ട് വന്നു. അതിൽ മേലെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ലല്ലോ. Love that counts no cost too high. അതിനേക്കാൾ വലിയൊരു വില അതിന് കൊടുക്കുവാൻ, സ്നേഹത്തിന് കൊടുക്കുവാൻ കഴിയുകയില്ല. Sacrificing oneself for others. തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായിട്ട് തരിക. Offering everything to God. ദൈവത്തിന് വേണ്ടി എല്ലാം കൊടുക്കുക.
We hated God, and in such a condition, God loved us. നാം ദൈവത്തെ വെറുക്കുന്നവരായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. When we were enemies of God, when we were sinners, God loved us. നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. That is what we read in Romans chapter 5, first part of Romans chapter 5. We were enemies, we were sinners, we were away from God. In such a condition, God loved us. റോമലേഖനം 5-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. He loved us even going to the extent of dying on the cross of Calvary. അവൻ നമ്മെ സ്നേഹിച്ചു, ക്രൂശിലെ മരണത്തോളം നമ്മെ സ്നേഹിച്ചു. We are asked to live, we are asked to walk in love as God has shown us. നാം നടക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹം കാണിച്ചു തന്നതുപോലെ നാം നടക്കേണ്ടതാണ്. The very nature of the love of God, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അതേ പ്രകൃതിയിൽ, the very nature of the love of Jesus Christ, അതേ യേശുക്രിസ്തുവിന്റെ അതേ പ്രകൃതിയിൽ നാം നടക്കണം. should be in our life. നാം ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുന്നുവോ? In our responsibilities, in our life, നമ്മുടെ ഉത്തരവാദിത്വങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെ ആയിരിക്കുന്നുവോ? even going to the extent of dying for Jesus. നാം ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന ആ ഒരു നില വരെ എത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? We have the beautiful example of Graham Staines and family who sacrificed their very life for the love of God. നമുക്ക് ഗ്രഹാം സ്റ്റെയിൻസിന്റെയും കുടുംബത്തിന്റെയും അവരുടെ ജീവിതം തന്നെ ക്രിസ്തുവിന് വേണ്ടി അവർ ഒഴിഞ്ഞുവെച്ചു. There are many martyrs who sacrifice their life for Jesus. അനേക രക്തസാക്ഷികൾ യേശുക്രിസ്തുവിന് വേണ്ടി തന്നെ തങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കുകയുണ്ടായി. Missionaries who travel in different parts of the world. അനേക മിഷണറിമാർ ലോകത്തിന്റെ അനേക ഭാഗത്ത് സഞ്ചരിച്ചു. Those who were missionaries in Africa, in China and so on, they sacrificed their very life for the Lord. ആഫ്രിക്കയിലെയും ചൈനയിലേക്കും പോയ അനേക മിഷണറിമാർ തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിനായിട്ട് കൊടുക്കുകയുണ്ടായി. We are asked to walk in love as God has shown us. ദൈവം നമുക്ക് കാണിച്ചു തന്നതുപോലെ സ്നേഹത്തിൽ നമ്മുടെ നടക്കേണ്ടത് ആവശ്യമാണ്. We are exhorted to walk as Jesus loved us, even going to the extent of sacrificing his very life. യേശുക്രിസ്തു കാണിച്ചു തന്നതുപോലെ ത്യാഗസമ്പൂർണമായ ആ നടപ്പിലൂടെ നാം നടക്കേണ്ടതാണ്. Again we read in chapter 5 verse 8. 5-ാം അധ്യായം തന്നെ 8-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. We are asked to walk in light. നാം വെളിച്ചത്തിൽ നടക്കേണ്ടതാണ്. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. 9-ാം വാക്യം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. We are asked to walk in light. നാം വെളിച്ചത്തിൽ നടന്നുകൊള്ളണം. There's a slight variation between the English verse and the Malayalam verse. ഇംഗ്ലീഷും മലയാളത്തിലും അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. 9-ാം വാക്യമാണ് മലയാളത്തിൽ. We are asked to walk in light. Once we were in darkness. നാം പണ്ട് അന്ധകാരത്തിലായിരുന്നു. Now we experience light. നാം ഇപ്പോൾ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു. That light has come from the Lord Jesus. ആ വെളിച്ചം വന്നത് ക്രിസ്തുവിൽ നിന്നാണ്. We are asked to walk as children of light. നാം വെളിച്ചത്തിന്റെ മക്കൾ എന്ന പോലെ തന്നെ നടക്കണം. There are two expressions used: walk in light and walk as children of light. രണ്ട് പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായി. ഒന്ന് വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കണം, മറ്റൊന്ന് വെളിച്ചത്തിൽ നടക്കണം. Perhaps walking as children of light is a better expression than walk in light. വെളിച്ചത്തിൽ നടക്കുന്നതിനേക്കാൾ നല്ല പരാമർശമാണ് വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കുക. When we walk in light, when we walk as children of light, what will happen? നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ, വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? Others will see our light. മറ്റുള്ളവർ നമ്മുടെ വെളിച്ചം കാണും. Others will see that God's glory is manifested in our life. ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുന്നത് അവർക്ക് കാണാം. Our prayer should be, let the beauty of Jesus be seen in my life. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മുഖം അല്ലെങ്കിൽ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിലൂടെ കാണണമെന്നുള്ളതാണ്. How can others see the beauty of Jesus in our face? നമ്മുടെ മുഖത്തിൽ യേശുക്രിസ്തുവിന്റെ സൗന്ദര്യം എങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുക? When I visited other countries in the world, when I encountered other Christians, believers in foreign countries, സഹോദരൻ മറ്റു രാജ്യങ്ങളിലെ അനേക വിശ്വാസികളെ കാണുന്ന ആ സമയത്ത് I could easily identify a child of God from other people.
ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ വിശ്വാസികളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. Yes, their faces had shown that they were children of God. അവരുടെ മുഖം തന്നെ അവർ ദൈവമക്കളാണെന്ന് വെളിവാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. Our constant communion with God will make our face shining. നാം ദൈവത്തോട് ഇടതടവില്ലാതെ പെരുമാറുന്നതും നോക്കിയിരിക്കുന്നതും കാരണം നമ്മുടെ മുഖം പ്രകാശിക്കുക തന്നെ ചെയ്യും. We had our rough exterior, and our rough exterior is rubbed again and again when we come to the Lord in Bible meditation and prayer. നമ്മുടെ പരുക്കമായിട്ടുള്ള ജീവിതങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ദൈവത്തിലോട്ട് അനുദിനം ഇരിക്കുന്നത് മുഖാന്തരം അത് ചീകി നേരെയാക്കുവാനായിട്ട് കഴിയും. It is just like a rough stone that is scrubbed again and again, and it becomes like a mirror. അതൊരു പരുക്കൻ കല്ല് പോലെ ആയിരിക്കാം, എന്നാൽ അത് ശരിയാക്കി മുറിച്ച് നല്ല മിനുസമുള്ള കല്ലാക്കി കണ്ണാടിയാക്കി നമുക്ക് മാറ്റാം. Rough stones as we are, when we are scrubbed again and again in the presence of God, when we spend time in meditation of the word of God and prayer, our exterior, our nature will become shining. ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തോടുള്ള ധ്യാനത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ആ പരുപരുത്ത സ്വഭാവങ്ങൾ, ചെറുപരുത്ത കല്ല് മിനുസപ്പെടുത്തി മാറ്റുവാനായിട്ട് കഴിയും. It will become like a mirror, and God's glory, Jesus' beauty will be reflected there. അതൊരു കണ്ണാടി പോലെയായി ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിബിംബിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് കഴിയും. God speaks to us when we spend time in meditation of the word of God. നാം ദൈവസന്നിധി ദൈവവചനവുമായിട്ടിരുന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. And then we have the opportunity to talk to God through prayer. അങ്ങനെ ദൈവത്തോട് തിരിച്ചു സംസാരിക്കാനുള്ള ഒരു അവസരം പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. And that is two-way communication. അത് രണ്ട് ഭാഗത്തും നിന്നുള്ള ഒരു ആശയ വിനിമയമാണ്. One-way communication will not produce the result. ഒരു സ്ഥലത്തേക്ക് ഒരു വശത്തേക്ക് മാത്രമുള്ള ആശയവിനിമയം ശരിയായ രീതിയിലുള്ള ഫലപ്രാപ്തിയിലെത്തില്ല. When my son comes from the distant country and spends time with me, if I alone speak to him again and again, and I do not give him any chance to talk, it will not become a complete conversation. തന്റെ സഹോദരന്റെ മകൻ വിദേശത്ത് നിന്ന് അനേക നാളുകൾക്ക് ശേഷം മടങ്ങി തന്റെ അടുത്ത് വരുമ്പോൾ ആ മകനോട് താൻ മാത്രം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് ശരിയായ ആശയവിനിമയം ആയി തീരുകയില്ല. I have to give him chance to talk to me. ആ മകന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. I have to give him chance to answer my questions. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുവാനുള്ള അവസരം അവന് കൊടുക്കണം. He may have questions, and I should be ready to answer his questions. ആ മകന് ചില ചോദ്യങ്ങൾ ഉണ്ടാവും, അതിനുള്ള മറുപടി കൊടുക്കേണ്ടതും എന്റെ ബാധ്യതയാണ്. That kind of communication, two-way communication, will make it perfect and complete. ആ രണ്ട് ഭാഗത്തും നിന്നുള്ള ആശയവിനിമയമാണ് ശരിയായ രീതിയിലുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. It is the same way with our Heavenly Father. When we spend time in His presence, അതേ രീതിയിൽ തന്നെയാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിനോടുമുള്ള ആശയവിനിമയം. When He talks to us through the word of God, this is God's word. നാം ദൈവവചനവുമായിട്ട് ഇരുന്ന് ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ we listen to His voice. നാം അവന്റെ ശബ്ദം കേൾക്കുകയാണ്. He will tell us which way we have to go. അവൻ നമ്മോട് ഏത് വശത്തേക്ക് തിരിയണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരും. He will tell us whether our walk is right. നമ്മുടെ നടത്തം ശരിയാണോ എന്നുള്ളത് അവൻ പറഞ്ഞു തരും. Or if we have gone away from the plan of God. നാം അവന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോവുകയാണോ എന്ന് പറയും. In the same manner, we can share our problems with our Heavenly Father through our prayer. അതേ രീതിയിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പങ്കുവയ്ക്കുവാനും കഴിയും. Yes, it is talking with Jesus. യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നു. When a teacher asked the Sunday school children what is the definition for prayer, one child stood up and said, it is talking to Jesus. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ തന്നെ കുട്ടികളോട് ചോദിക്കുകയുണ്ടായി, എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, അത് പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോടുള്ള സംസാരമാണ്. We are not expected to use high-flown language to talk to God. We need not teach God language. നാം അതികഠിനമായ വാക്കുകളൊന്നും ഉപയോഗിച്ച് കർത്താവിനെ പഠിപ്പിക്കുവാനോ ആ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. We need not show our efficiency and fluency in our language when we pray, when we talk to Him. നമ്മുടെ ഭാഷയിലുള്ള നൈപുണ്യം ഒന്നും കർത്താവിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. It is simple conversation. It is simple talk.
അതൊരു വേറെ ലളിതമായ രീതിയിൽ കർത്താവിനോട് സംസാരിക്കുവാൻ കഴിയും. It is something very beautiful. I remember when we attended Kunduguri Church, Dr. A.P. Matthew sir was there. I listened to the way he used to pray. സഹോദരൻ കുന്നുകുഴി അസംബ്ലി ആയിരുന്ന സമയത്ത് ഒരു സഹോദരൻ പേര് ഡോക്ടർ എ പി മാത്യു എന്ന സഹോദരൻ പ്രാർത്ഥിച്ചത് തന്നെ വളരെയധികം ആകർഷിക്കുന്നുണ്ടായി. He really talks to Jesus. അദ്ദേഹം ദൈവത്തോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് സംസാരിക്കുകയാണ്. When we listen to his prayer, we will feel that he is involved in a conversation, in a simple, natural conversation with the Heavenly Father. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നത് മാതിരി നമുക്കത് ഫീൽ ചെയ്യും. That is kind of communion and communication we should have with our Heavenly Father. അതേ രീതിയിലുള്ള ആശയവിനിമയമാണ് യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് വേണ്ടത്. We are asked to walk in light. നാം വെളിച്ചത്തിൽ നടക്കണം എന്നുള്ളത് ദൈവം പ്രതീക്ഷിക്കുന്നു. As children of light. വെളിച്ചത്തിന്റെ മക്കൾ എന്ന പോലെ. I come to the last point. Within the next 5 minutes, I will complete my message. 5 മിനിറ്റുകൾക്കകം ഞാൻ അടുത്ത അവസാനത്തെ വിഷയത്തിലേക്ക് വരികയാണ്. Chapter 5 and verse 15. 5-ാം അധ്യായം തന്നെ 15-ാമത്തെ വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. We are asked to walk circumspectly, that is carefully. നാം സൂക്ഷ്മതയോടെ നടക്കുവാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. We are asked to walk not as fools but as wise people. നാം വിഡ്ഢികളായിട്ട് നടക്കാതെ ബുദ്ധിമാന്മാരായിട്ട് നടക്കുവാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. In our walk with God, we have to be very careful. നാം ദൈവത്തോട് നടക്കുമ്പോൾ നാം വളരെ സൂക്ഷ്മതയുള്ളവരാകേണ്ടതാണ്. Something very simple may lead us into temptation, into fall, into a fall. ചില ലളിതമായ കാര്യങ്ങൾ പോലും പ്രലോഭനങ്ങൾ വീണ് നാം പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. Because on the way we will find potholes and pitfalls. ചില നമ്മുടെ പാതയിൽ തന്നെ അനേകം കുഴികളും കുണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. There is dust and mud on the way. പോകുന്ന വഴിയിൽ തന്നെ ചില പൊടികളും ചേറുമുള്ളതായിട്ട് അനുഭവപ്പെടും. Sometimes we may be steeped in the mud, in the clay, and we may find it difficult to get out of it. നാം പലപ്പോഴും ആ ചേറിൽ വീണ് തെന്നി വീണ് അവിടെ നിന്ന് മാറിപ്പോകാൻ കഴിയാതെ ആവുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. Moreover, as God's children, as followers of Jesus, we have a narrow path to follow. മാത്രമല്ല വിശ്വാസികളെ സംബന്ധിച്ച് ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് നമുക്കുള്ള വഴി ഇടുങ്ങിയതാണ്. Jesus walks in the narrow way, and if we had to follow, if we had to adjust our walk with Jesus, we had to follow along with him in the narrow way. യേശുക്രിസ്തു ആ ഇടുങ്ങിയ പാതയിലൂടെയാണ് പോയത്. നാം അവനെ പിൻഗമിക്കുകയാണെങ്കിൽ ആ ഇടുങ്ങിയ വഴിയിലൂടെ തന്നെ പിൻഗമിക്കണം. There may be side ways and by lanes which are very wide, which majority of the people would like to choose. വളരെ വിശാലമായ നല്ല വഴികൾ നമുക്ക് ചുറ്റിലും ഒരുപക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും പോകുന്ന വഴികൾ ഉണ്ടായിരിക്കാം. They will choose the wide way, but we have to follow the narrow way. അവർ ഒരുപക്ഷെ വിശാലമായ ആ വഴികൾ തിരഞ്ഞെടുത്തു എന്ന് വരാം. എന്നാൽ നമ്മൾ ഈ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കണം. In our life we will come to junctions and crossroads when we have to choose the way that God assigns to us to follow. നാം ആ ചില സന്ധികളിൽ അല്ലെങ്കിൽ ചില ജംഗ്ഷനുകളിൽ നാം എത്തുമ്പോൾ ഏത് വഴിയിലൂടെ പോകണം എന്നുള്ളത് ദൈവത്തോട് ചോദിക്കണം. In such a situation we have to watch and pray. ആ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. He will walk with us. അവൻ നമ്മോട് കൂടെ നടക്കും. Watch and pray lest we fall into temptation. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. When we walk carefully, നാം സൂക്ഷ്മതയോടെ നടന്നാൽ, even if the walk is very tiresome, നമ്മുടെ നടപ്പ് ഒരു പക്ഷേ പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം നൽകുന്നതായിരിക്കാം. there is the good shepherd who is always available to take care of us. ഒരു നല്ല ഇടയൻ നമ്മുടെ നോക്കുവാനായിട്ട് ഉണ്ട്. He will carry us on his shoulder. അവൻ നമ്മെ ചുമലിൽ വഹിച്ചുകൊള്ളും. That is the attitude and nature of the good shepherd. ഇത് തന്നെയാണ് നല്ല ഇടയന്റെ മനോഭാവം, സ്വഭാവം എന്നുള്ളത്. He is the shepherd who left all the 99 and looked for the one that was lost, because he wanted to bring that sheep also into the right track. അവൻ ആ 99 നഷ്ടപ്പെട്ട ആടുകളെയും 99 ആടുകളെയും വിട്ട് ഒരു നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞു പോയ ആ നല്ല ഇടയനാണ് കർത്താവായ യേശുക്രിസ്തു. There is the familiar story of the footsteps in the sand.
നമ്മുടെ മണലിലൂടെ നടക്കുന്ന ആ ചുവടടികൾ നാം നോക്കുകയാണെങ്കിൽ, two people walking together, രണ്ടുപേർ ഒരുമിച്ച് നടന്നു പോവുകയാണെങ്കിൽ, four steps in the sand, 4 അടയാളങ്ങൾ, കാൽപ്പാടുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Then at a time there were only 2 steps seen in the sand. പക്ഷേ ചില സമയങ്ങളിൽ 2 കാൽപ്പാടുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. It is a beautiful example, a picture of we walking with the good shepherd. അതാണ് നമ്മുടെ നല്ലിടയരോട് ചേർന്ന് നടക്കുന്നതിനുള്ള ഏറ്റവും നല്ല ചിത്രം. The man turned and asked the Lord, Lord, did you leave me right in the middle and went away? നാം തിരിച്ച് ആ വ്യക്തി തിരിഞ്ഞ്, ദൈവമേ നീ എന്നെ കൈവിട്ട് എന്നെ ഒറ്റയ്ക്ക് നടക്കുവാനായിട്ട് ആക്കിയോ? Then the Lord said, I did not leave you. ദൈവം നമ്മോട് തിരിച്ചു പറയും, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല. I found that you were very, very tired. നീ വളരെ ക്ഷീണിതനായിട്ട് ഞാൻ കാണപ്പെടുകയുണ്ടായി. Then I took you on my shoulder and I walked, and the footsteps seen in the sand are my footsteps. നീ ക്ഷീണിതനായോണ്ട് നിന്നെ ഞാൻ ചുമലിൽ എടുത്തുകൊണ്ട് നടന്നു, അതുകൊണ്ടാണ് എന്റെ കാൽപ്പാടുകളാണ് ആ മണലിൽ നീ കാണുന്നത്. The good shepherd who will carry us on his shoulder. നല്ല ഇടയൻ നമ്മെ തന്റെ ചുമലിൽ വഹിച്ചുകൊള്ളും. But we have to walk circumspectly, carefully. എന്നാൽ നമ്മുടെ നടപ്പ് നാം സൂക്ഷ്മതയോടെ നടക്കണം. He will hold us with his righteous right hand. അവന്റെ നീതിയുള്ള വലങ്കരത്താൽ നമ്മെ അവൻ പിടിക്കും. He will lead us in the right path. നമ്മെ ശരിയായ രീതിയിൽ അവൻ നയിക്കും. In the coming days, let us trust God who has promised us a safe walk in the world as God's children. ആ ദൈവമക്കളെന്ന രീതിയിൽ ക്രിസ്തുവിന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. No need of doubting the promise of the man of Galilee. അവന്റെ വാഗ്ദത്തങ്ങളിൽ ഒരു നിലയിലും സംശയിക്കേണ്ട ആവശ്യമില്ല. He will keep his promise. അവൻ തന്റെ വാഗ്ദത്തം നിറവേറ്റും. He will carry us through. നമ്മെ അവൻ തീർച്ചയായിട്ടും നടത്തും. Let us be light in the world. നമ്മുടെ ലോകത്തിന്റെ വെളിച്ചമായിട്ട് നമുക്ക് ആകാം. When we shine as lights in the world, what will happen? Others will see the light in your life and they will start glorifying God. നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മുടെ വെളിച്ചം ലോകത്തിലുള്ളവർ കണ്ട് അവർ വെളിച്ചത്തിലേക്ക് വരുവാനിടയാകും. That is what Jesus said in the Sermon on the Mount, chapter 5 and verse 16. You are expected to shine for the Lord. Others will see your brightness and they will be led to the salvation experience. അത് തന്നെയാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു 5-ാം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആ വെളിച്ചം കണ്ട് മറ്റുള്ളവർ നടക്കട്ടെ. May the Lord help us to mold our life according to the walk that is defined by Apostle Paul in the book of Ephesians. ക്രിസ്തു ഉദ്ദേശിക്കുന്ന പോലെ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള നടത്തം വകമാറ്റുവാൻ, ചെലവഴിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May the name of the God be glorified. Once again, thank you for the time you gave me. God bless you all. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്.